everyone, welcome to Kids Area Online, Class 5, Malayalam Kerala Badavaliana. തിങ്കളാഴ്ച എക്സാം ആണല്ലോ, ഓണം എക്സാമിൻ്റെ ക്ലാസ് ആണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. എക്സാം കഴിയുമ്പോൾ അടുത്ത ടേമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ LKG UKG റെഗുലർ ക്ലാസ്സസും ട്യൂഷനും നൽകുന്നുണ്ട്. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനും നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് മലയാളം ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതായത് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ എഴുതേണ്ടതും വലിയൊരു ഉത്തരമാണ്. അപ്പോൾ നമുക്കിന്ന് ഉപന്യാസം തയ്യാറാക്കാനായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻ: പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സവിശേഷതകളും നാം മനസ്സിലാക്കി. ചെടികളും പൂക്കളും കിളികളും മനോഹരമാക്കുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഉപന്യാസം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? നമ്മൾ പാരഗ്രാഫായിട്ടാണ് ഉത്തരം എഴുതാനുള്ളത്. കുറച്ച് സെൻറ്റൻസുകൾ ചേർത്ത് ഒരു ഖണ്ഡിക, അടുത്ത് കുറച്ച് സെൻറ്റൻസുകൾ ചേർത്ത് അടുത്ത്, അങ്ങനെയാണ് എഴുതി പോവുക. നമുക്ക് ഒന്നാമത്തെ ഇത്തിരി പൂവേ കുരുന്നുപൂവേ അതിൽ പഠിക്കാനുള്ളത് 3 പാഠങ്ങളാണ്. അറിയാലോ, മണ്ണിൻ്റെ കിനാവുകളുണ്ട്, കാട്ടിലെ മഴയുണ്ട്, ഡെയ്സി ചെടിയുണ്ട്. അപ്പോൾ ഈ 3 പാഠഭാഗത്തിനെ കുറിച്ചും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ആദ്യം നമ്മൾ എഴുതണം. മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ P. മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിൽ കവയത്രി ശ്രീമതി സുഗതകുമാരി മഴയുടെ സൗന്ദര്യവും ശ്രീ M. വിജയൻ അദ്ദേഹത്തിൻ്റെ ഡെയ്സി ചെടി എന്ന കഥയിൽ ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവുമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തിരി പൂവേ കുരുന്നുപൂവേ അതിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം, പ്രകൃതിയിലെ പൂക്കൾ ഭൂമിക്ക് നൽകുന്ന സൗന്ദര്യം. അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിലോ മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. മഴ പ്രകൃതിക്ക് നൽകുന്ന സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. ഡെയ്സി ചെടി എന്ന കഥയിലോ കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് അവിടെയുള്ളത്. അപ്പം ഇത് 3 മണ്ണ്, പൂക്കൾ, മഴ, കിളി, പൂവ് ഇതെല്ലാം പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതാനുള്ളത് 3 പാഠഭാഗങ്ങളും ആരെഴുതി, അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മണ്ണിൻ്റെ കിനാവുകൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, കാട്ടിലെ മഴ മഴയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു, ഡെയ്സി ചെടി കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ സൗന്ദര്യമാണ്. ഓക്കെ, മണ്ണിൻ്റെ കിനാവുകൾ എഴുതിയത് ശ്രീ P. മധുസൂദനനാണ്. കാട്ടിലെ മഴ എഴുതിയ ശ്രീമതി സുഗതകുമാരിയാണ്. ഡെയ്സി ചെടി എഴുതിയത് M. വിജയനാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുന്നത്. ഇത്രയും എഴുതാൻ അറിയാലോ. അടുത്ത് വരുന്നത് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും മരങ്ങളും എല്ലാം പ്രകൃതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പ്രകൃതിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നവർ ആരൊക്കെയാണ്? മനുഷ്യൻ, ജീവജാലങ്ങൾ, മരങ്ങൾ എല്ലാം. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും മരങ്ങളും എല്ലാം പ്രകൃതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം പ്രകൃതിയാണ് നൽകുന്നത്. ആവശ്യമായ ഭക്ഷണം, വെള്ളം എല്ലാം ആരാ നൽകുന്നത്? പ്രകൃതി. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അടുത്ത മണ്ണിൻ്റെ കിനാവുകൾ എന്നതിൽ പ്രകൃതിയുടെ സൗന്ദര്യം എങ്ങനെ വർണ്ണിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ പാഠഭാഗത്തിൽ പ്രകൃതിയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി
പൂക്കളെ കവി കാണുന്നു. ഭൂമിയുടെ സ്വപ്നങ്ങളാണ് പൂക്കൾ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി ആരെയാണ് കാണുന്നത്? പൂക്കളെ. ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി പൂക്കളെ കവി കാണുന്നു. പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളാണ്. പൂക്കൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളാണ്. പൂക്കൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുന്ന പൂക്കൾ ചൂടിൽ വാടാതെ കരുത്തു കാട്ടി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ഭംഗിയേറിയ പൂക്കൾ മണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അപ്പം ആദ്യം മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ എന്താണുള്ളത്? പൂക്കളെ കുറിച്ചാണ്. ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി പൂക്കളെ കവി കാണുന്നു. പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളാണ്. പൂക്കൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുന്ന പൂക്കൾ ചൂടിൽ വാടാതെ കരുത്ത് കാട്ടി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ഭംഗിയേറിയ പൂക്കൾ മണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. അടുത്തതെന്താണ്? വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് കടന്നു വരുന്ന മഴയാണ് കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിലുള്ളത്. അടുത്ത് കാട്ടിലെ മഴ. അവിടെ എന്താണ്? വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് കടന്നു വരുന്ന മഴയാണ് കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തുള്ളത്. മഴ പുതിയൊരു കാടിന് ജന്മം നൽകുകയാണ്. വേനൽക്കാലത്തെല്ലാം കരിഞ്ഞുപോയി മഴ വന്നപ്പോൾ പുതിയൊരു കാട് ജന്മം കൊള്ളുകയാണ്. മഴ പുതിയൊരു കാടിന് ജന്മം നൽകുകയാണ്. വേനൽക്കാലത്ത് അരുവികൾ വറ്റി വരണ്ടും പുഴകൾ നീരൊഴുക്കുകളായും പച്ചിലകൾ കരിയിലകളായി മാറിയിരിക്കുകയാണ്. വേനൽക്കാലത്ത് എന്ത് സംഭവിച്ചു? അരുവികൾ വറ്റി വരണ്ടു, പുഴകൾ നീരൊഴുക്കുകളായി, പച്ചിലകൾ കരിയിലകളായി മാറിയിരിക്കുകയാണ്. വേനലിൻ്റെ ഈ അഹങ്കാരത്തിന് മുകളിൽ കുളിരിൻ്റെ കുത്തൊഴുക്കായി മഴ കടന്നു വരുന്നു. അപ്പോൾ വേനലിൻ്റെ അഹങ്കാരത്തിന് മുകളിൽ കുളിരിൻ്റെ കുത്തൊഴുക്കായാണ് മഴ കടന്നു വരുന്നത്. കാട്ടിലെ അരുവിയും പുഴയും മണ്ണും മരങ്ങളും ജീവജാലങ്ങളും എല്ലാം മഴ ആസ്വദിക്കുകയാണ്. പ്രകൃതിയിലുള്ള ഐക്യം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ വേനലിൻ്റെ അഹങ്കാരത്തിന് മുകളിൽ കുളിരിൻ്റെ കുത്തൊഴുക്കായി മഴ കടന്നു വരുന്നു. കാട്ടിലെ എല്ലാം അരുവിയും പുഴയും മണ്ണും മരങ്ങളും ജീവജാലങ്ങളും എല്ലാം മഴ ആസ്വദിക്കുകയാണ്. പ്രകൃതിയിലുള്ള ഐക്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, മൂന്നാമത് എന്താണ്? ഡെയ്സി ചെടി എന്ന പാഠം. പരസ്പര സ്നേഹത്തിൻ്റെ ആഴമാണ് ഡെയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെ ആഴമാണ് ഡെയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റ് ഉമ്മ നൽകിയും ഡെയ്സി ചെടിയെ താലോലിക്കുന്നു. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റ് ഉമ്മ നൽകിയും ഡെയ്സി ചെടിയെ താലോലിക്കുന്നു. നിറവും വലിപ്പവുമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി തമ്മിൽ മത്സരിക്കുമ്പോൾ വാനമ്പാടിക്ക് പൂവിനോടുള്ള സ്നേഹത്തിലൂടെ വലിയവരെ മാത്രമല്ല ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? നിറവും വലിപ്പമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി തമ്മിൽ മത്സരിക്കുകയാണ്. വാനമ്പാടിക്ക് പൂവിനോടുള്ള സ്നേഹത്തിലൂടെ വലിയവരെ മാത്രമല്ല ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നു എന്ന് ഈ പാഠഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും മരങ്ങളും മണ്ണും മഴയും തമ്മിലുള്ള സ്നേഹവും സൗന്ദര്യവും പ്രതീക്ഷകളുമാണ് പ്രകൃതി നമുക്ക് പകർന്നു നൽകുന്നത്. ഇവയെല്ലാം സംരക്ഷിക്കേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അപ്പോൾ ഇതാണ് ഉപന്യാസം. ഉപന്യാസം എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇത്തിരി പൂവേ കുരുന്തുപൂവേ എന്ന യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങളും ആരെഴുതി ആ ഓരോ പാഠഭാഗത്തും പ്രകൃതിയുടെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയുടെ സൗന്ദര്യം, മഴയുടെ സൗന്ദര്യം, കിളിയും പൂവും തമ്മിലുള്ള സ്നേഹം, ഇതാണ് ആ 3 ഭാഗത്തും വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് അറിയാലോ. ആദ്യം എന്താണുള്ളത്? മലയാളത്തിലെ പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ മധുസൂദനനാണ് എന്തെഴുതിയത്? മണ്ണിൻ്റെ കിനാവുകൾ. അവിടെ പ്രകൃതിയുടെ സൗന്ദര്യം, കാട്ടിലെ മഴ സുഗതകുമാരി എഴുതി, അതിൽ മഴയുടെ സൗന്ദര്യം. എം വിജയൻ ഡെയ്സി ചെടി എന്ന കഥ എഴുതിയാൽ കിളിയും പൂവും തമ്മിലുള്ള സ്നേഹം. അടുത്ത് ഇതിൽ 3ലും പ്രകൃതിയെക്കുറിച്ച് എഴുതുക. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും മരങ്ങളും എല്ലാം പ്രകൃതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം പ്രകൃതിയാണ് നൽകുന്നത്. ഇനി മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയെക്കുറിച്ച് പറയുക. അവിടെ പൂക്കളെക്കുറിച്ചാണ്. ഭൂമിയുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളായി പൂക്കളെ കവി കാണുന്നു. പൂക്കളെല്ലാം ഭൂമിയുടെ മക്കളാണ്. പൂക്കൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. ഭൂമിയുടെ മക്കളായി ഓരോ ദിവസവും ജനിക്കുന്ന പൂക്കൾ ചൂടിൽ വാടാതെ കരുത്ത് കാട്ടി പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ഭംഗിയേറിയ പൂക്കൾ മണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു.
ഇനി കാട്ടിലെ മഴയോ? വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുന്ന കാടിന് ആശ്വാസം പകർന്ന് കടന്നു വരുന്ന മഴയാണ് കാട്ടിലെ മഴ എന്ന പാഠത്തിലുള്ളത്. മഴ പുതിയൊരു കാടിന് ജന്മം നൽകുന്നു. വേനൽക്കാലത്ത് അരുവികൾ വറ്റിവരണ്ടും പുഴകൾ നീരൊഴുക്കുകളായും പച്ചിലകൾ കരിയിലകളായി മാറിയിരിക്കുകയാണ്. വേനലിന്റെ ഈ അഹങ്കാരത്തിന് മുകളിൽ കുളിരിന്റെ കുത്തൊഴുക്കായി മഴ കടന്നു വരുന്നു. കാട്ടിലെ അരുവിയും പുഴയും മണ്ണും മരങ്ങളും ജീവജാലങ്ങളും എല്ലാം മഴ ആസ്വദിക്കുകയാണ്. പ്രകൃതിയിലുള്ള ഐക്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി ഡെയ്സി ചെടി എന്ന പാഠം. അവിടെ എന്താണ്? പരസ്പര സ്നേഹത്തിന്റെ ആഴമാണ് ഡെയ്സി ചെടി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൂര്യൻ പ്രകാശം ചൊരിഞ്ഞും കാറ്റുമ്മ നൽകിയും ഡെയ്സി ചെടിയെ താലോലിക്കുന്നു. നിറവും വലുപ്പവുമുള്ള ചെടികൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ വേലിയരികിൽ നിൽക്കുന്ന വാനമ്പാടിക്ക് വേലിയരികിൽ നിൽക്കുന്ന ഡെയ്സി ചെടിക്ക് എന്താണ്? ആ ഒരു ഡെയ്സി ചെടിയുടെ പൂവിനോടുള്ള വാനമ്പാടിയുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത് അല്ലേ. വലിയവരെ മാത്രമല്ല ചെറുതിനെ പോലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പാഠത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും മരങ്ങളും മണ്ണും മഴയും തമ്മിലുള്ള സ്നേഹവും സൗന്ദര്യവും പ്രതീക്ഷകളുമാണ് പ്രകൃതി നമുക്ക് പകർന്നു നൽകുന്നത്. ഇവയെല്ലാം സംരക്ഷിക്കേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അപ്പോൾ ഇതാണ് ഉപന്യാസം. ഓക്കെ, അപ്പോൾ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൻ്റെ ഉപന്യാസം, പ്രകൃതിയെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞാൽ അറിയാലോ, തെറ്റിക്കില്ലല്ലോ ആരും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.